ഇതേ സീന് നമ്മൾ ഈ ബാബുരാജ് നേരെ തിരിച്ച് ഡിവേറ്റ് സംസാരിക്കുമെന്ന് വിചാരിക്കുക. മിസ്റ്റർ ബല്ലാരിരാജ, നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരണം. അപ്പോൾ ഒരുത്തിന് ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലാതെ സൈഡിലേക്ക് എടുത്തിട്ട് പോയി. അപ്പോൾ നമ്മളോട് മനസ്സിലവനെ സ്മരിക്കും, നമ്മൾ ദേഷ്യപ്പെടും, എവിടെ നോക്കിയിട്ടോ വണ്ടി ഓടിക്കുന്നത്, കുടുംബക്കാരെയൊക്കെ സ്മരിക്കും. അതെ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പാടില്ലെന്ന് ചേട്ടനറിയാം, കാരണം റൂൾ അതാണ്. അത് എനിക്കാനും അറിയാം. അപ്പോൾ ചേട്ടൻ കട്ട് ചെയ്യല്ലേ ചെയ്യണ്ടേ? നമ്മൾ വലിയ സംഭവമാണ്, നമ്മളോട് ഒരാൾ ദേഷ്യപ്പെടാനുള്ള ട്രിഗർ ഉണ്ടാക്കി, അപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടു, തിരിച്ചു അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. അപ്പം നമ്മൾ കിടുവാണ് എന്നാണ് നമ്മുടെ ഉള്ളിൽ സ്വയം വിചാരം. ലോ തെറ്റിക്കുന്ന ആളുകളെ, അവരെ ട്രൈബ് സെറ്റ് ചെയ്ത ലോ തെറ്റിക്കുന്ന ആളുകളെ ശിക്ഷിക്കാനും അവർക്കെതിരെ ആക്ട് ചെയ്യാനും ദേഷ്യം എന്ന് പറഞ്ഞൊരു വികാരം വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് ദേഷ്യമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുന്ന സന്ദർഭം നമ്മൾ വേണം വിചാരിച്ചിട്ട് അതിനെ അവോയ്ഡ് ചെയ്യും. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് വളരെ സമാധാനത്തോടു കൂടി വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് സങ്കല്പിക്കാം. അതെ, നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കാപ്പിയെ കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും പറയാണ്, നീ രാവിലെ തന്നെ എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് മടക്കി വെക്കാതെയാണോ പോയേ, പുതപ്പ് അവിടെ തന്നെ ഇട്ടിട്ട് പോയോ, അല്ലെങ്കിൽ കാപ്പി കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ തന്നെ വെച്ചോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരാൻ സാധ്യത ഉണ്ട്, ഹൈ പ്രോബിലിറ്റി ഉണ്ട്. അത് പിന്നീട് നമ്മുടെ ആ ഒരു നല്ല മൂഡിനെ തന്നെ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലും ആവാൻ സാധ്യതയുണ്ട്. ഇത് വീട്ടിലെ കേസ്. ഇനി ഒരു കേസ്, നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുത്തിന് ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലാതെ സൈഡിലേക്ക് എടുത്തിട്ട് പോയി. അപ്പോൾ നമ്മളോട് മനസ്സിലവനെ സ്മരിക്കും, നമ്മൾ ദേഷ്യപ്പെടും, എവിടെ നോക്കിയിട്ടോ വണ്ടി ഓടിക്കുന്നത്, കുടുംബക്കാരെയൊക്കെ സ്മരിക്കും. അതെ, ഈ സിറ്റുവേഷനിലും നമ്മളുടെ പീസ് ഓഫ് മൈൻഡാണ് ഇമ്പാക്റ്റ് ആവുന്നത്. ഇങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാനും, നമ്മളിൽ പലരും ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ റെസ്പോൺസ് ആയി മാറ്റാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു സ്റ്റേറ്റ് ഓഫ് പീസ് ഓഫ് മൈൻഡിൽ ഇങ്ങനെ ജീവിച്ചു പോകാനാണ്, ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ജീവിച്ചു പോകാനാണ് ലൈഫിൻ്റെ പർപ്പസ് ഞാൻ മനസ്സിലാക്കിയത്. ആക്ച്വലി നമ്മൾ തിരിച്ചൊരാളോട് ഈ പറഞ്ഞ സിറ്റുവേഷൻസിലൊക്കെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഉള്ളിൽ നമ്മൾ വലിയ സംഭവമാണ്, നമ്മളോട് ഒരാൾ ദേഷ്യപ്പെടാനുള്ള ട്രിഗർ ഉണ്ടാക്കി, അപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടു, തിരിച്ചു അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. അപ്പം നമ്മൾ കിടുവാണ് എന്നാണ് നമ്മുടെ ഉള്ളിൽ സ്വയം വിചാരം. പക്ഷെ ആക്ച്വലി അയാൾ ജയിക്കുകയാണ് ചെയ്തത്. നമ്മൾ വളരെ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ഒരു കാരണവും ഇല്ലാതെ വന്ന് നമ്മളുടെ മനസമാധാനം കെടുത്തിപ്പോയ ഒരാൾ, അയാളല്ലേ ജയിക്കുന്നേ? അയാൾക്ക് നമ്മൾ പെർമിഷൻ കൊടുത്തു, എൻ്റെ പീസ് ഓഫ് മൈൻഡ് നീ ഇമ്പാക്ട് ചെയ്തു എന്ന് അയാൾക്കൊരു പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ആക്ച്വൽ കേസിൽ ജയം സംഭവിക്കുന്നത് നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുന്ന ആളാണ്, നമ്മൾ ശരിക്കും തോക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് ഇന്നത്തെ ഈ ടോപ്പിക്ക് ഞങ്ങൾ സജസ്റ്റ് ചെയ്തത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ദേഷ്യം, എവല്യൂഷനും ദേഷ്യം ആങ്കറൊക്കെ ആയിട്ട് എങ്ങനെയാണ് കണക്ഷൻ, നമ്മളുടെ ബ്രെയിനിൽ ദേഷ്യം വരുന്ന സമയത്ത് എന്തെല്ലാം റിയാക്ഷൻസും എന്തെല്ലാം സൈക്കോളജിക്കൽ ലെവലിൽ സംഭവിക്കുന്നുണ്ട്, ഒപ്പം എന്തൊക്കെ ടൈപ്പ് ദേഷ്യങ്ങളാണുള്ളത്, ആൻഡ് ഫൈനലി ഈ ദേഷ്യത്തിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ ഓവർ റൂൾ ചെയ്യാൻ പറ്റും, എങ്ങനെ പീസ്ഫുൾ ആയിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ മീ ആൻഡ് ജോബി വിൽ ബി ഡിസ്കസിങ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് ഓൺ ദിസ് എപ്പിസോഡ്. വെൽക്കം എവറി വൺ ടു ദ ഷോ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം എവല്യൂഷനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. പേടി എന്നുള്ള വികാരം പോലെ തന്നെ ദേഷ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ദേഷ്യം എന്ന് പറയുന്ന വികാരം മനുഷ്യനിൽ ഉടലെടുത്തത് കൊണ്ടാണ് മനുഷ്യൻ സർവൈവ് ചെയ്ത് വന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ട്രൈബുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. പണ്ടത്തെ ഒരു സിറ്റുവേഷനിൽ കുറേ കമ്മ്യൂണിറ്റികളുണ്ട്. അവർ ആ ട്രൈബായിട്ട് ജീവിക്കുന്ന സമയത്ത് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇന്നത്തെ പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെയോ ലോനെ ബേസ് ചെയ്തുള്ള സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കില്ല. അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർ ബിൽഡ് ചെയ്ത റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് ഏതെങ്കിലും ഒരു വ്യക്തിയോ കുറച്ച് വ്യക്തികളോ തെറ്റിച്ചു കഴിഞ്ഞാൽ ആ ട്രൈബ് അവിടെ ആക്ട് ചെയ്യണം, ദേഷ്യത്തോടു കൂടി ആക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ട്രൈബിന് സർവൈവൽ ഉള്ളൂ. ഇല്ലെങ്കിൽ ആ ട്രൈബ് സർവൈവ് ചെയ്യില്ല. ഇങ്ങനെ ആ ട്രൈബ് സർവൈവ് ചെയ്യണമെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ, ലോ തെറ്റിക്കുന്ന ആളുകളെ, അവരെ ട്രൈബ് സെറ്റ് ചെയ്ത ലോ തെറ്റിക്കുന്ന ആളുകളെ ശിക്ഷിക്കാനും അവർക്കെതിരെ ആക്ട് ചെയ്യാനും ദേഷ്യം എന്ന് പറഞ്ഞൊരു വികാരം വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ ദേഷ്യപ്പെടാതെ
ആ റൂളുകളെ തെറ്റിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കമ്മ്യൂണിറ്റീസ് ഒന്നും സർവൈവ് ചെയ്ത് വരില്ല, ആ ട്രൈബ്സ് ഒന്നും സർവൈവ് ചെയ്യില്ല. അങ്ങനെയാണ് ഇത് എവല്യൂഷനായിട്ട് കണക്ട് ആയിരിക്കുന്നത്. നമ്മളുടെ ഗ്രൂപ്പിൽ, നമ്മളുടെ ട്രൈബിൽ ഒരു ഫെയർനെസ്, എല്ലാവർക്കും തുല്യമായിട്ടുള്ളൊരു ഫെയർനെസ് കീപ്പ് ചെയ്യാനും നമ്മളുടെ ട്രൈബിൻ്റെ ഫുഡ് പ്രൊട്ടക്ട് ചെയ്യാനും പുറത്തുള്ള പ്രെഡേറ്റേഴ്സിൽ നിന്ന് നമ്മളുടെ ട്രൈബിനെ സേവ് ചെയ്യാനും ഈ ദേഷ്യം എന്ന് പറഞ്ഞ ഇമോഷന് വലിയൊരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ജീൻസിൽ ഇന്ന് ദേഷ്യം എന്ന് പറഞ്ഞ വികാരം, നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പേടിയും ദേഷ്യവും ഒക്കെ കണക്റ്റായി വന്നത് ഈ റീസൺസ് കൊണ്ടാണ്. ഈ ദേഷ്യം നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ എന്താ സംഭവിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. പേടിയും ദേഷ്യവും എല്ലാം ഇനീഷ്യലി ഡ്രൈവ് ചെയ്യുന്നത് അമിഗ്ഡലയാണ്. എന്തെങ്കിലും ഒരു ഇൻജസ്റ്റിസ്, ഒരു ത്രട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൽ ഏറ്റവും ആദ്യം ആക്ടിവേറ്റ് ചെയ്യുന്ന പാർട്ട് അമിഗ്ഡലയായിരിക്കും. അമിഗ്ഡല ആക്ടിവേറ്റ് ആവുന്നത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഭയങ്കര റിഫ്ലെക്സീവ് ആയിട്ടാണ് നമുക്ക് ദേഷ്യം വരിക. അങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അഡ്രനാലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസാവും. ഹ്യൂജ് എമൗണ്ട് ഓഫ് അഡ്രനാലിൻ റിലീസാവും. അഡ്രനാലിൻ റിലീസായി കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് ഫൈറ്റ് എന്ന് പറഞ്ഞ റെസ്പോൺസ് ട്രിഗർ ആവും. ആ സിറ്റുവേഷനിൽ പഞ്ച് ചെയ്യണോ, ഇടിച്ച് പരത്തണോ, ഓടിക്കളയണോ, ആർഗ്യൂ ചെയ്യണോ, ഷൗട്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ ഈ അഡ്രനാലിൻ റഷ് ആയതിനു ശേഷം ഹൈപ്പോതലാമസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ദേഷ്യം കൺട്രോൾ ചെയ്യുന്ന ആളുകളിൽ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അവരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. ദേഷ്യം വന്നു, അമിഗ്ഡല ആക്ടിവേറ്റ് ആയാലും അവരോട് ഒരു പോസ് കൊടുത്തു, ഗ്യാപ്പ് കൊടുത്തു. എന്നിട്ട് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് റാഷണലി ചിന്തിച്ചു, ഈ സിറ്റുവേഷനിൽ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ ദേഷ്യപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ആക്ച്വലി എൻ്റെ പീസ് ഓഫ് മൈൻഡിൽ ഇമ്പാക്റ്റ് ആവാൻ പോകുന്നത്, അവരല്ലേ ജയിക്കാൻ പോകുന്നത്, എൻ്റെ പീസ് ഓഫ് മൈൻഡിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു തോട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകളിലാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ആവുന്നതും ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതും. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആവാത്ത ഗ്രൂപ്പ് ഉണ്ടല്ലോ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഗ്രൂപ്പ്, ഇവരിൽ കാണുന്ന ഒരു മേജർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉറക്കം ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു ട്രോമ എപ്പോഴെങ്കിലും പറ്റി അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇങ്ങനെയുള്ള ആളുകളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് വീക്കായിരിക്കും. അവർ വളരെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അമിഗ്ഡല ഹൈജാക്ക് ചെയ്യപ്പെട്ട് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ആങ്കറിനെ കുറിച്ച് ഞാൻ പഠിച്ച സമയത്ത് ഒരു കൗതുകമായിട്ടൊരു ചിന്ത എനിക്ക് വന്നു. ഈ ആങ്കർ എന്ന വാക്കിന് മുമ്പിൽ ഒരു ഡി ചേർത്ത് കഴിഞ്ഞാൽ ഡേഞ്ചറായി. നൈസ് തോട്ട്. അതെ, അതായത് അധികമായാൽ അമൃതം വിഷന്ന് കേട്ട പോലെ ഈ ആങ്കർ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ തോട്ട് വന്നത്, ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഡീനെ കുറിച്ച് കുറച്ച് കൂടുതലൊന്ന് ഒന്ന് വിലയിരുത്തി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിട്ടിയ 4 പോയിൻറ്റ്സാണ്: ഡിസ്ട്രക്റ്റീവ്, ഡിസപ്പോയിൻമെൻറ്റ്, ഡിഫെൻസ്, ഡിനയൽ. നൈസ്. 4 Ds. 4 dimensions. അതെ, 4 dimensions ഓഫ് ഡേഞ്ചർ. ഡേഞ്ചർ വിത്ത് ആങ്കർ. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓരോന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ നോക്കി നോക്കാം. എങ്ങനെയായിരിക്കും അതിൻ്റെ നമ്മുടെ സ്റ്റൈൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഒന്ന് ഡിസ്ട്രക്റ്റീവ്, അതായത് ഭയങ്കര അഗ്രസീവായിട്ട് ദേഷ്യപ്പെടുക, ഭയങ്കര സൗണ്ട്, എനർജി ലെവലൊക്കെ ഹൈ ഫ്ലോ ആയിരിക്കും. ആ വ്യക്തിനെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇയാൾ ആക്രമിക്കാൻ റെഡി ആയിരിക്കുക എന്നുള്ളത്. അഡ്രിനാലിൻ പീക്കിലായിരിക്കും. ഇതൊരു സിനിമയിലൊരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് മനസ്സിലാവും. നരസിംഹ മൂവിയിൽ മമ്മൂട്ടീനെ ക്യാൻവാസ് ചെയ്യാനായിട്ട് മണപ്പള്ളി പൗത്രൻ്റെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ മമ്മൂട്ടി ഡയലോഗ് അടിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഇവിടെ അയച്ചത് ആരാ, മറ്റേ മണപ്പള്ളി ഭാസ്കരനോ പവിത്രനോ, ആ ചെറ്റയോട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. ഇതെന്ന് പറയുന്ന ആ സീൻ എല്ലാവർക്കും കണക്ട്, എല്ലാവരും മൈൻഡിലുള്ളതുകൊണ്ട് അതിൽ മമ്മൂട്ടിയിരിക്കുന്ന ഒരു പീക്ക് ലെവലുണ്ട്. അതായത് ഭയങ്കര എനർജി ആയിരിക്കും, ഭയങ്കര സൗണ്ടായിരിക്കും. നമുക്ക് കണ്ടാൽ തന്നെ ആൾ ചെറിയൊരു നമുക്ക് പേടി തോന്നും, കാരണം ദേഷ്യപ്പെടുകയല്ലേ. അപ്പോൾ ഇതിനാണ് നമുക്ക് ഈ ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുക. അതായത് ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ നമ്മുടെ വായിന്ന് വരും നമ്മൾ അറിയില്ല. കറക്റ്റ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പ്രോബ്ലം വരും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്സ് ബ്രേക്ക് ആവും. അതായത് നല്ല ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് പുറത്ത് ഇങ്ങനെ നമ്മൾ പെരുമാറുന്നത് നമ്മൾ ആ വ്യക്തിയുടെ ബലഹീനതകളോ അല്ലെങ്കിൽ കുറവുകളെ നമ്മൾ സംസാരിക്കും. അപ്പോൾ അത് അവനെ മെൻ്റലി ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിനെ ഹേർട്ട് ചെയ്യും. അതാണ് അവിടെ ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് സംഭവിക്കുന്നത്. കറക്റ്റ്. രണ്ടാമത്തെ ഡിസപ്പോയിൻമെൻറ്റ്. നമ്മൾ ഒരു കാര്യം നമ്മൾ വിചാരിച്ച പോലെ സംഭവിച്ചില്ല, എക്സ്പെക്ടേഷൻ മീറ്റ് ആയില്ല. അപ്പോൾ നമുക്കൊരു സങ്കടം വരും. ആ സങ്കടം പുറത്തു വരുന്നത് ദേഷ്യത്തിലായിരിക്കും.
അതിനെ മെയിനായിട്ട് കണക്ട് ചെയ്ത ഇതൊരു സൈലൻ്റ് പ്രക്രിയയാണ്, പിണക്കം. ഇത് മെയിനായിട്ട് കപ്പിൾസിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, കല്യാണം കഴിഞ്ഞ കപ്പിൾസ്, ചെറുക്കൻ ആനിവേഴ്സറി ഡേറ്റ് മറന്നു എന്ന് വിചാരിക്കുക. കല്യാണം കഴിഞ്ഞ ഡേറ്റ് മറന്നു. അപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. പെണ്ണ് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്, അതായത് ഇവൻ ഇന്ന് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവരും, കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഭർത്താവ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഭാര്യ എക്സ്പെക്ട് ചെയ്യാണ്, ഇപ്പോൾ വിഷ് ചെയ്യും നടക്കണില്ല. ഭർത്താവാണെങ്കിൽ ഓഫീസിൻ്റെ ഫ്രസ്ട്രേഷൻ്റെ അത് ഉണ്ടാകുന്നു, കാപ്പി ഉണ്ടാക്കണം, ഭക്ഷണം കഴിക്കണം. എന്നിട്ട് ഭാര്യ ചോദിക്കും, നിങ്ങൾക്ക് ഇന്നത്തെ പ്രത്യേകത ഓർമ്മയില്ലേ? അപ്പോൾ ബർത്ത്ഡേ അല്ലെങ്കിൽ ഓരോ നേരത്തെ എടുത്ത് പറയും, പക്ഷേ ആനിവേഴ്സറി മാത്രം പറയില്ല. അപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. അപ്പോൾ അവിടെ ലഹള ഉണ്ടാവും. ലഹള എന്ന് ഉദ്ദേശിച്ചത് പിണക്കം, അതായത് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല. അപ്പോൾ ദേഷ്യമാണ് വരുന്നത്. അപ്പോൾ ദേഷ്യം പുറത്തേക്ക് വരുന്നത് പിണക്കത്തിൻ്റെ രൂപത്തിലാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി ഈ ഡിസപ്പോയിൻമെൻറ്റിൽ തന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, പരിഹാസം. അതായത് നമുക്കൊരാളോട് ദേഷ്യം വന്നു, അപ്പോൾ അയാളോട് പുറത്ത്, അതായത് നമ്മൾ തിരിച്ച് പ്രകടിപ്പിക്കുന്നത് കളിയാക്കലിലൂടെയാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൂടെ മന്തി കഴിക്കാൻ പോകുമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് അതിനകത്ത് വലിയ പീസ് വേണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എടുക്കണതിന് മുമ്പ് വേറൊരുത്തൻ കൈയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. അതായത് എനിക്ക് എടുക്കാൻ പറ്റിയ നടന്നില്ല, എനിക്ക് ദേഷ്യം വന്നു അവിടെ. അപ്പോൾ നമുക്ക് ആ വ്യക്തിയോട് വന്ന ദേഷ്യം, ഇവൻ എടുത്ത പീസില്ലേ, ആ പീസ് ഇറച്ചി കുറവായി പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അയ്യോ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ മാത്രം ഈ ഇത്രയും പേരുടെ ഉള്ളിൽ ചിരിക്കും. അതായത് നമ്മുടെ ദേഷ്യം തീരുന്നവരെ നമ്മൾ കളിയാക്കി ചിരിക്കും, നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അതൊരു വേറെ വേർഷൻ. മൂന്നാമത്തെ ഒരു വേർഷനാണ് സഹായിക്കാതിരിക്കുക. അതായത് ഒരു വ്യക്തിയോട് നമുക്ക് ദേഷ്യം തോന്നി, അദ്ദേഹം നമ്മളോട് സഹായം ചോദിച്ചു, നമുക്ക് ആ സഹായം ചെയ്യാൻ പറ്റുമെങ്കിലും ഡെലിബറേറ്റ്ലി നമ്മൾ മറന്നിട്ടില്ലെങ്കിലും നമ്മളത് ചെയ്യാതെ ഡിലേ വരുത്തും. എക്സാമ്പിൾ പറഞ്ഞാൽ, എല്ലാ ദിവസവും ടൗണിൽ പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുന്നത്, നിന്നോട് ഈ ദേഷ്യം ഉള്ള ആൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു ടൗണിൽ നിന്ന്. നിനക്ക് തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാൻ പറ്റും, നിനക്ക് ഓർമ്മയുണ്ട്, നിനക്കത് അറിയുകയും ചെയ്യാം, നീ എത്ര സ്ഥലത്ത് തന്നെയാണ്, കടയുടെ അടുത്ത് തന്നെയാണ്. പക്ഷേ മനഃപൂർവ്വം നീ വാങ്ങിക്കില്ല, ഡിലേ വരുത്തും. നീ വാങ്ങിച്ചു കൊടുക്കും, 2 ദിവസം കഴിഞ്ഞ് ഡിലേ വരുത്തും. അതിലൂടെ നീ പ്രതികാരത്തിലൂടെ മനസ്സിലിങ്ങനെ സന്തോഷം കണ്ടെത്തും. അപ്പോൾ അത് ദേഷ്യം കാരണമാണ് നമ്മൾ സഹായിക്കാതിരിക്കുന്നത്. കറക്റ്റ്. അപ്പോൾ ഈ ഡിസപ്പോയിൻമെൻറ്റ് സോൾവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ പ്രശ്നം സോൾവ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഏത് റിലേഷനായാലും അത് മെല്ലെ 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 ഡിസ്റ്റൻ്റായി പോയിട്ട് അതില്ലാതാവും. അത് സൈലൻ്റ് ആയിട്ടില്ലാതാവും. നമ്മളറിയില്ല, അതങ്ങനെ മുറിഞ്ഞു പോകണമെന്ന് നമ്മളറിയില്ല. മൂന്നാമത്തെ പോയിൻ്റാണ് ഡിഫെൻസ്. അതായത് നമുക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റിനെ നമ്മൾ ഓവർകം ചെയ്തത് ദേഷ്യത്തിലൂടെ ആയിരിക്കും. ഓക്കെ. അത് വേറൊരാളുടെ തലയ്ക്ക് വെച്ചിട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് വർക്ക് ചെയ്തൊരു കമ്പനിയിൽ ഞാൻ അവിടുത്തെ സോഫ്റ്റ്വെയറിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ അത് ലോക്കാവും. പിന്നെ നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഹെഡ് ഓഫീസിൽ വിളിച്ച് സംസാരിക്കണം. അപ്പോൾ ഞാൻ അവിടുത്തെ ഹെഡ് ഓഫീസിൽ ഇൻചാർജിനെ വിളിക്കുകയാണ്, അതായത് ഇതുപോലെ ട്രാൻസാക്ഷൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ഫോൺ എടുത്തു, ഹലോ എന്താന്ന് വെച്ച് 1 മിനിറ്റ് ഇപ്പോൾ വിളിക്കാട്ടോ എന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി വിളിച്ചു തന്നെ. വിളിച്ചിട്ട്, നീ ആരാ നീ എന്ന് ചോദിച്ചു. ഞാൻ ചേട്ടപ്പം നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ബ്രാഞ്ചിലെ അക്കൗണ്ടൻ്റാണ്. നീ എന്നെ വിളിച്ചിട്ട്, നീ കാരണം എൻ്റെ ലൈസൻസ് കട്ടായി, സസ്പെൻഡായി, എനിക്ക് മറ്റേ ഫൈനും അടയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചേട്ടാ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നോടാരെ ഫോൺ വിളിക്കാൻ പറഞ്ഞു. ചേട്ടാ എനിക്കറിയോ ചേട്ടൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പാടില്ലെന്ന് ചേട്ടനറിയാം, കാരണം റൂൾ അതാണ്. അത് എനിക്കാണോ അറിയാം. അപ്പോൾ ചേട്ടൻ കട്ട് ചെയ്യല്ലേ ചെയ്യണ്ടേ? ഫോൺ എടുത്തിട്ട് ഞാനാണ് റീസൺ എന്ന് പറയുന്നത് എങ്ങനെ? അതായത് ആ വ്യക്തി എൻ്റെ മേളിൽ അടിച്ചേൽപ്പിക്കുകയാണ്, അയാളുടെ ഒരു മിസ്റ്റേക്ക് നിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ അതാണ് ഡിഫെൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റാണ് ഡിനൈ. അത് ഡിഫെൻസിനോട് ഏകദേശം സിമിലാരിറ്റി ഉണ്ട് അതിന്. അതായത് നമ്മളൊരാളോട് ദേഷ്യപ്പെട്ട കാര്യം നമ്മൾ അംഗീകരിക്കാതിരിക്കുക. നമുക്ക് ദേഷ്യമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുന്ന സന്ദർഭം നമ്മൾ വേണം വിചാരിച്ചിട്ട് അതിനെ അവോയ്ഡ് ചെയ്യും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ വീട്ടിൽ ഇപ്പോൾ അച്ഛനും അമ്മയുള്ള സമയത്ത് അമ്മയോട് എന്തോ കാര്യം പറഞ്ഞു, നീ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ചെയ്തിട്ടില്ല. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാതിരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെന്തിനെ ദേഷ്യപ്പെടണേ എന്ന് വെച്ചാൽ, ഞാൻ ദേഷ്യപ്പെട്ടതല്ല, നീ അവിടെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നിയതാണ്. മനസ്സിലായ? കുറേ പേർക്ക് കണക്ട് ആവും. അതുകൊണ്ടാണ് ഇപ്പം ഇവർ ചിരി വരാതെ ഇവനെന്നല്ല നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. മനസ്സിലായില്ല നിനക്ക്? അപ്പോൾ ഇതിന് ഡിനയൽ എന്ന് പറയും. അതായത് നമുക്ക് ദേഷ്യം വരുന്നത് നമ്മൾ തിരിച്ചറിയും, പക്ഷെ നമ്മളത് അവോയ്ഡ് ചെയ്യും. ദേഷ്യപ്പെട്ടതല്ല എന്ന് പറയും. നീ പറഞ്ഞതുപോലെ കുറച്ച് ടൈപ്സ് ഓഫ് ആങ്കർ എനിക്ക് കണക്ട് ചെയ്യാണ്ട്. ഫസ്റ്റ് വൺ പാസീവ് ആങ്കർ ആണ്.
പാസീവ് ആങ്കർ എന്ന് പറഞ്ഞാൽ നീ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഒരു കപ്പിളിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് ദേഷ്യത്തിനെ പ്രസന്റ് ചെയ്യാം. നമുക്ക് അയാളോട് നല്ല ദേഷ്യം ഉണ്ടാവും, അതിന് ചിലപ്പോൾ മിണ്ടാതിരുന്നിട്ടാവും, സൈലന്റ് ആയിട്ടായിരിക്കും നമ്മൾ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടാവുക. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആങ്കർ ആണ് എക്സ്പ്ലോസീവ് ആങ്കർ. അത് നിന്റെ മുന്നത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്പ്ലോഡ് ആയി എന്ന് പറഞ്ഞില്ലേ, ഒരാള് വളരെ പെട്ടെന്ന് ഷോർട്ട് ടൈമിൽ നമ്മുടെ അടുത്ത് ഷൗട്ട് ചെയ്യുക, അതിനാണ് എക്സ്പ്ലോസീവ് ആങ്കർ എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിരിക്കുന്ന സമയത്ത് അറിയാതെ കാപ്പിയോ ചായ എന്തെങ്കിലും നമ്മുടെ മേത്തെ തട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരിടത്ത് തിരിച്ച് ദേഷ്യപ്പെടുമല്ലോ പെട്ടെന്ന് സഡൻ ആയിട്ട്, അതിനാണ് എക്സ്പ്ലോസീവ് ആങ്കർ എന്ന് പറയാം. മൂന്നാമത്തെ ടൈപ്പ് ആങ്കർ എന്ന് പറയുന്നത് ക്രോണിക് ആങ്കർ ആണ്. ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പം ചില കുടുംബങ്ങളുടെ ഇടയിലോ ചില ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെയോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കാരണം ഒരു റിലേഷൻഷിപ്പ് ഒന്ന് അകന്നു എന്ന് വിചാരിക്കാം. വല്ല അതിർത്തി പ്രശ്നമോ, എന്തെങ്കിലും ഒരു ചെറിയ പൈസയുടെ ഇടപാടിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ അത് എന്നോട് പറഞ്ഞില്ല നീ എന്നോട് പറഞ്ഞില്ല, അങ്ങനത്തെ ഇഷ്യൂസോ, അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ കാരണം ഒരു ചെറിയ ആങ്കർ അവിടെ ജനറേറ്റ് ആയി. ഈ ആങ്കർ വർഷങ്ങളോളം നിലനിന്ന് പോവുക, ഒരുപാട് കാലഘട്ടത്തേക്ക് അയാളുടെ പരിപാടിക്കൊന്നും പോകാതിരിക്കുക, അയാളെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇതിനെയാണ് ക്രോണിക് ആങ്കർ എന്ന് പറയുക. നാലാമത്തെ ടൈപ്പ് ആങ്കർ എന്ന് പറയുന്നതാണ് മോറൽ ആങ്കർ. മോറൽ ആങ്കർ എന്ന് പറയുന്നത് ആക്ടിവിസവും റവല്യൂഷനും ഒക്കെ ജനിക്കുന്നത് മോറൽ ആംഗിളിൽ നിന്നാണ്. ഒരു ഇൻജസ്റ്റിസ് കാണുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇൻജസ്റ്റിസ് കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യും, ഒരു സിസ്റ്റത്തിനെ നമ്മൾ വെല്ലുവിളിക്കും. ഇപ്പോൾ കള്ളു കുടിച്ചിട്ട് ഭർത്താവ് ഭാര്യനെ തല്ലെന്ന് വിചാരിക്കാം, അതൊരു ഇൻജസ്റ്റിസ് ആണ്. അത് കണ്ടാൽ നമ്മൾ ഉറപ്പായിട്ടും പോയി റിയാക്ട് ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ആനിമലിനെ ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്യുന്നതോ കൊല്ലുന്നതോ എന്തെങ്കിലും വീഡിയോ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യും, നമ്മളുടെ ദേഷ്യം നമ്മൾ ആ കമൻറ്റിലൂടെ പ്രതികരിക്കും. അതിനെയാണ് മോറൽ ആങ്കർ എന്ന് പറയുക. അടുത്ത ടൈപ്പ് ആങ്കർ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആങ്കർ. ഒരുപാട് പേർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതും ഒരുപാട് പേർക്ക് അറിയാത്തൊരു ആങ്കറാണ് കൺസ്ട്രക്റ്റീവ് ആങ്കർ. കൺസ്ട്രക്റ്റീവ് ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കറിനെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിലേക്ക് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഈസി ആയിട്ട് കണക്റ്റ് ആവും. നമ്മളുടെ കമ്പനിയിൽ നമ്മളുടെ ടീം ഒരു മിസ്റ്റേക്ക് ചെയ്തു, ആ മിസ്റ്റേക്ക് ചെയ്ത ആളുടെ അടുത്ത് പോയിട്ട് വെറുതെ ഷൗട്ട് ചെയ്യാതെ അവിടെ പറയുകയാണ് ഓക്കെ നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൊല്യൂഷനായിട്ട് ഒരു ഐഡിയ കൊണ്ടുപോയി പറഞ്ഞാൽ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറയാം. ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിൾ, ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അതിൻ്റെ മുന്നിൽ ഒരു റൂഡായിട്ടുള്ള ജോക്ക് നമ്മളെപ്പറ്റി ഒരാൾ കളിയാക്കി. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളത് പോയി ഷൗട്ട് ചെയ്ത് അവൻ്റെ ദേഷ്യപ്പെടാതെ അവനെ വിളിച്ച് പറയുക ആ ജോക്ക് ഒട്ടും എനിക്ക് ദഹിച്ചിട്ടില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇനി ഇതുപോലെ എൻ്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ എന്ന് കാമായിട്ട് നമ്മൾ പറയാം. അപ്പോൾ നമ്മളവിടെ നമ്മുടെ കാര്യമോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു, കൺസ്ട്രക്റ്റീവായിട്ട് ആ ആങ്കറിനെ യൂസ് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം ചെയ്യണമെങ്കിൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അത്രയും സ്ട്രോങ് ആയിരിക്കണം. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് സ്ട്രോങ് ഒരാൾക്ക് മാത്രമേ ഈ 6 seconds ഗ്യാപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ അഡ്രിനാലിൻ റഷ് എപ്പോഴും ഉണ്ടാവുക 6 സെക്കൻഡിലാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻജസ്റ്റിസോ ത്രട്ടോ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് അമിഗ്ല റിയാക്ട് ചെയ്തിട്ട് അഡ്രിനാലിൻ റഷ് ആവുന്ന 6 സെക്കൻഡിലാണ്. ഈ 6 സെക്കൻഡ് നമ്മളൊരു പോസ് അവിടെ കൊടുത്താൽ, നമ്മളൊരു ഡിലേ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണരും. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ നിങ്ങളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന് പറയുന്നത് പോലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണരും. ഈ 6 seconds ഡിലേ കൊടുക്കാൻ 99% ആൾക്കാർക്കും പറ്റില്ല. ഇൻസ്റ്റന്റീനിയസ് ആയിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. സോ ആങ്കർ കൺട്രോൾ ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് ദ 6 seconds ടെക്നിക്. നമുക്ക് ദേഷ്യം വരുന്നു എന്ന് മനസ്സിലാവുന്ന സമയത്ത് എൻ്റെ അമിഗ്ല ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് അഡ്രിനാലിൻ റഷ് ആവും, ഒരു 6 സെക്കൻഡ് ഡിലേ കൊടുക്കാം, എന്നിട്ട് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഈ ആങ്കറിനെ റിയാക്ട് ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ ടെക്നിക്ക്. അപ്പോൾ ഇത് കാണുന്നവർ ചിന്തിക്കും ഇത് ഇത്രയും ടൈം കിട്ടും എന്നുള്ളത്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കണം. അല്ലാതെ ഇപ്പോൾ സ്പോട്ടിൽ നാളെ തന്നെ നിങ്ങൾക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളത് മെല്ലെ ടൈം എടുത്ത് ബിൽഡ് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ടൈം എടുത്തിട്ട് നമുക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ പലരും ദേഷ്യപ്പെടുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നുള്ള വികാരം അറിയാതെയാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. എന്നിട്ട് ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത് അയ്യോ ദേഷ്യപ്പെട്ടല്ലോ എന്ന്. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ, ഈ 6 seconds ഡിലേ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ, ഇറ്റ്സ് വെരി ഹാർഡ്, പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ എല്ലാത്തിനും ഒരു 6 സെക്കൻഡ് ഡിലേ കൊടുത്താൽ ആ ഡിലേ നമ്മളെ സേവ് ചെയ്യും. ബിക്കോസ് ആ ദേഷ്യത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ 6 സെക്കൻഡ് ഡിലേ കൊടുത്ത് ചിന്തിച്ച് റിയാക്ട് ചെയ്യുന്നത്. നമ്മുടെ എനർജി വേസ്റ്റ് അല്ല. കറക്റ്റ്. നമ്മൾ ഈ ദേഷ്യം എന്ന വികാരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യണമെങ്കിൽ
നമ്മൾ എത്തേണ്ട ഒരു പോയിന്റ് ഉണ്ട് സൈക്കോളജിക്കലി. അതിനാണ് ദ അസേർട്ടർ എന്ന് പറയാം. അതായത് ദേഷ്യം നിയന്ത്രിക്കുന്ന ആൾ. നമുക്ക് എന്താ വേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമുക്ക് ബോധ്യമുണ്ട്. നമ്മുടെ ബൗണ്ടറീസ് എന്താ നമുക്കറിയാം, നമ്മുടെ ലിമിറ്റേഷൻസ് എന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മളെ തന്നെ അറിയുന്ന ഒരാൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷനെ ബ്രേക്ക് ചെയ്യുമ്പോഴോ അത് വെറുതെ ശ്രമിക്കും, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈ ഉയർത്താൻ ശ്രമിക്കും, നോണ്ടും. അങ്ങനെ ചെയ്യുമ്പോഴോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് വളരെ പൊളൈറ്റായിട്ടായിരിക്കും, നമ്മൾ ഉത്തരം കൊടുക്കുന്നത് വളരെ പൊളൈറ്റായിട്ടായിരിക്കും. കാരണം നിനക്കറിയാം, നീ ഫസ്റ്റ് പറഞ്ഞ പോലെ നിൻ്റെ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ നല്ല മൂഡ് കളയാൻ അവനെ നമ്മൾ അധികാരം കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അതിനെന്ത് വേണം, നമ്മൾ പീസ് ഓഫ് മൈൻഡ് കളയാൻ പാടില്ല. അപ്പം നമ്മൾ റിയാക്ട് ചെയ്യുന്നത് വളരെ പൊളൈറ്റായിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ആങ്കർ. ഇത് ഒരു സിനിമയിലെ ഒരു സീക്വൻസ് ഞാൻ പറഞ്ഞിട്ട് അതിൽ ഡയലോഗ്സ് ആദ്യം ദേഷ്യം പോലെ അതേപോലെ സംസാരിച്ചിട്ട് അതിലൊന്ന് DVT സംസാരിച്ച് നോക്കാം. കേൾക്കുമ്പോൾ ഫണ്ണിയായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് എത്തും. രാജമാണിക്യ സിനിമയിൽ മറ്റേ ബെൻസ് കാറിന് തടഞ്ഞിരുന്ന സീനുണ്ട്, പോലീസുകാരൻ. എന്നിട്ട് ബാബുരാജ് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, എന്നെപ്പോലെയുള്ള ഒരു ചെറ്റയെ കൊണ്ടുപോകാൻ തമിഴ്നാട് സർക്കാരിൻ്റെ ഈ ജീപ്പ് മതി എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആ സീൻ എല്ലാവർക്കും മൈൻഡിലുണ്ട്. ഇതേ സീന് നമ്മൾ ഈ ബാബുരാജ് നേരെ തിരിച്ച് DVT സംസാരിക്കുമെന്ന് വിചാരിക്കുക. മിസ്റ്റർ ബെല്ലാരി രാജ, നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരണം, ഒരു ചെറിയ എൻക്വയറി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ സീനിലുണ്ടായിരുന്ന ഒരു സീനുകൾ ഓർമ്മയുണ്ടാവും, പോലീസുകാരനെ തിരിച്ച് തല്ലുന്നൊക്കെ, അതൊക്കെ ഒഴിവാകുമായിരുന്നു. കാരണം ഈ ഒരു ചെറിയ ഡയലോഗിൽ ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവനെന്താ ഈ പറയണേ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് അതാ, നമ്മുടെ ദേഷ്യം നമുക്ക് എന്താണോ ആവശ്യം, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു പ്രസന്റ് സംതിങ്. അതായത് നമുക്ക് ആവശ്യം എന്താ, ആ വ്യക്തിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ആവശ്യം. അതിന് ആവശ്യം പ്രവർത്തിക്കേണ്ട രീതി എന്താ, കറക്റ്റ് പോയിന്റ് പറഞ്ഞിട്ടല്ലേ. അതിന് പകരം ഇറങ്ങി വന്നിട്ടോ എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് ലോസാണ്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ആ സിനിമയിൽ അവർ ചെയ്തത് വേറൊരു പർപ്പസിനായിരിക്കും, പക്ഷെ ആ എക്സാമ്പിൾ ക്ലാസിക് അങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ദേഷ്യം എന്നുള്ള പോയിന്റിനെ അസർട്ടർ എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ദേഷ്യത്തിനെ മെരുക്കിയെടുത്തത് ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ്. ഇതിനെയാണ് കൺട്രോൾ സർക്കിൾ ടെക്നിക്ക് എന്ന് പറയുക. നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നമുക്ക് 3 സർക്കിളിലായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ കൺട്രോളബിൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 100% നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ. 2, നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. 3, നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ. നമ്മളുടെ കൺട്രോളബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഡിസിഷൻസ്, നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ ഹാബിറ്റ്സ്, ഇതെല്ലാം നമ്മളുടെ കൺട്രോളിലാണ്. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ കുട്ടിയുടെ പെരുമാറ്റം, നമ്മളുടെ ഭാര്യയുടെ പാർട്ട്ണറിൻ്റെ മൂഡ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ മൂഡ്, നമ്മുടെ ടീമിൻ്റെ, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ടീമിൻ്റെ ഓവറോൾ കെമിസ്ട്രി, ഇതൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ നോൺ കൺട്രോളബിൾ. അതിൽ വരുന്ന മെയിനായിട്ട് വെതർ, കാലാവസ്ഥ നമ്മളുടെ കൺട്രോളിലാണോ? ഡിലേ സംഭവിക്കുന്നത് നമ്മളുടെ കൺട്രോളിലാണോ? 3, വേറൊരാൾക്ക് നമ്മളെ പറ്റിയുള്ള ഒപ്പീനിയൻ നമ്മളുടെ കൺട്രോളിലാണോ? അല്ല. അതോറിറ്റി അല്ലെങ്കിൽ സിസ്റ്റം, അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലാണോ? അല്ല. പിന്നെ പോളിസീസ് ആൻഡ് സിസ്റ്റംസ്. ഇപ്പോൾ ഇന്ത്യയിൽ കുറച്ച് പോളിസി ഉണ്ടാവും, നിയമങ്ങളുണ്ടാവും, സിസ്റ്റംസ് ഉണ്ടാവും. ഇതൊന്നും നമ്മളുടെ കൺട്രോളിലല്ല, അതൊക്കെ നമുക്ക് മുകളിലാണ്. അപ്പം നമുക്ക് ചുറ്റും നടക്കുന്ന ഈ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഈ 3 കാറ്റഗറിയിൽ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം നല്ല പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉദാഹരണം, നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മളൊരു 6 സെക്കൻഡ്സ് എടുത്തിട്ട് നമുക്ക് എന്തിനാണ് ദേഷ്യം വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ, അതിൻ്റെ റൂട്ട് കോസ് ഒന്ന് ആലോചിച്ചാൽ 99% ഓഫ് ടൈമിലും ദേഷ്യം വരുന്നത് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളിലായിരിക്കും. വേറൊരാൾ നമ്മളെ പറ്റി എന്തെങ്കിലും ഒപ്പീനിയൻ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഇടാതെ അങ്ങോട്ട് കയറി പോയത് നമുക്ക് ദേഷ്യം വരും. ഏതെങ്കിലും ഒരു നിയമ നടപടി, ഏതെങ്കിലും ഒരു നിയമം പെട്ടെന്ന് ഒരു രാജ്യത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ദേഷ്യം വരാം. ഒരു കാലാവസ്ഥ, പെട്ടെന്നൊരു മഴ പെയ്തു, നമ്മൾ പുറത്ത് നിൽക്കുകയാണ്, പക്ഷെ മഴ പെയ്തു, നമുക്ക് ദേഷ്യം വരാം. ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ ദേഷ്യപ്പെട്ടത് കൊണ്ടോ നമ്മളുടെ ഉള്ളിൽ ഈ വികാരം കടന്ന് ക്യുമുലേറ്റ് ചെയ്തുകൊണ്ടോ അതിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ കൺട്രോളബിളേ അല്ല. അതുപോലെ പാസ്റ്റ് മിസ്റ്റേക്സ്, നമുക്ക് മുന്നേ സംഭവിച്ചൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, അതിനെക്കുറിച്ച് ആലോചിച്ച് പിന്നെയും ദേഷ്യപ്പെട്ട വല്ല കാര്യമുണ്ടോ? അത് കഴിഞ്ഞു, നമ്മുടെ കൺട്രോളബിൾ അല്ല. സോ നമുക്ക് എപ്പോഴും ദേഷ്യം വരുന്ന സമയത്ത്
നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്താണ് ആ ദേഷ്യത്തിൻ്റെ റൂട്ട് കോസ്. ആ ചോദ്യത്തിൻ്റെ ആൻസർ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ആണെങ്കിൽ, നമ്മളവിടെ കാമായിട്ടിരിക്കുക, ഞാനിവിടെ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ സംഭവം മാറാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മളൊരു എയർപോർട്ടിലേക്കോ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കോ ചെന്നു, നമ്മൾ അറിയാണ് ട്രെയിനോ ഫ്ലൈറ്റോ ഏതൊരു സിറ്റുവേഷൻ ആയാലും ഒരു 2 മണിക്കൂർ ലേറ്റാണ്. നമ്മളവിടെ നാശം ലേറ്റായി, വല്ല കാര്യമുണ്ടോ? സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് നിങ്ങളവിടെ ദേഷ്യപ്പെട്ടതുകൊണ്ട് അവിടെ രാകേഷ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു 2 മണിക്കൂർ ഡിലേ വേണ്ട, പെട്ടെന്ന് ഫ്ലൈറ്റ് വരാൻ, നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ യു ഹാവ് ടു ആസ്ക് യുവർ സെൽഫ് എന്തിനാണ് നമുക്ക് ദേഷ്യം വരുന്നത് എന്നുള്ളത്. ആ കൺട്രോളബിൾ അല്ലാത്ത കാര്യങ്ങൾക്കാണ് ദേഷ്യം വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ദേഷ്യപ്പെടാതെ ആ ഒരു സിറ്റുവേഷനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ആ 2 മണിക്കൂർ വേണമെങ്കിൽ ഒരു ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും എഫക്റ്റീവായിട്ടുള്ള ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് വിളിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ച സമയം സ്പെൻഡ് ചെയ്യാം. സോ ദേഷ്യം വരുന്ന സമയത്ത് ഈ 6 സെക്കൻഡ്സ് ഗ്യാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്, റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇനി ദേഷ്യം വന്നു, ദേഷ്യം വന്നിട്ട് ആ ദേഷ്യത്തിൻ്റെ റൂട്ട് കോസ് ആദ്യത്തെ 2 സർക്കിളിലെ റീസൺസ് ആണെന്ന് വിചാരിക്കാം. അതായത് ഒന്ന് നമ്മുടെ കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യം, പിന്നെ ഒന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം അങ്ങനെ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനോ നമ്മുടെ കൺട്രോളിലുള്ള കാര്യം മാറ്റിയാൽ പോരെ. എനിക്ക് ദേഷ്യം വന്ന് ഇന്ന കാര്യം കൊണ്ടാണ്, പക്ഷേ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. എൻ്റെ തോട്ട്സിനെ ഒന്ന് റീഫ്രെയിം ചെയ്താൽ മതി, എൻ്റെ വാക്കുകളെ ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്താൽ മതി. ഞാൻ അങ്ങനെ സംസാരിച്ചത് മോശമായി, അപ്പോൾ അടുത്ത പ്രാവശ്യം അങ്ങനെ സംസാരിക്കേണ്ട വിചാരിച്ചാൽ മതി. ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് അവിടെ സൊല്യൂഷൻ ഉണ്ട്, നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനും അവിടെ സൊല്യൂഷൻ ഉണ്ട്, നമ്മുടെ കൺട്രോളിലില്ല, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ സൊല്യൂഷൻ ഉണ്ട്. ഇതിനാണ് കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു ഇവന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇവന്റിനെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ മാത്രം അനലൈസ് ചെയ്യാതെ അതിനെ ഈ ഒരു രീതിയിൽ ഡൈവേഴ്സ് ആയിട്ടൂടെ ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വി വിൽ ഫീൽ റിലാക്സ്ഡ്. അങ്ങനെയാണ് നമുക്ക് ദേഷ്യത്തിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ദേഷ്യത്തിനെ പറ്റിയിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വൈൻഡിങ് അപ്പ്, 3 കാര്യങ്ങളെ ചിന്തിക്കുക. ദേഷ്യം വരുന്ന സമയത്ത് സ്പോട്ടിൽ റിയാക്ട് ചെയ്യാതിരിക്കുക, ഒരു 6 സെക്കൻഡ് ഡിലേ കൊടുക്കുക. സെക്കൻഡ്, 6 സെക്കൻഡ് ഡിലേ കൊടുത്തിട്ട് ആ ദേഷ്യം വന്നതിൻ്റെ റൂട്ട് കോസ് അനലൈസ് ചെയ്യുക. കൺട്രോളബിൾ ആണോ നോൺ കൺട്രോളബിൾ ആണോ എന്ന് മനസ്സിലാക്കുക. 2 ആണെങ്കിലും സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എല്ലാവരും വളരെ പീസ് ഓഫ് മൈൻഡിൽ ജീവിക്കുക. നിങ്ങൾ ആക്ച്വലി ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര സംഭവമായിട്ടാണ്, പക്ഷേ ആക്ച്വലി സംഭവിക്കുന്നത് വേറൊരാൾക്ക് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ടി വരുന്നത്. ഹാപ്പി വീക്കെൻഡ്, ബൈ ബൈ.